ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് UAE വന്ന ഒരു നല്ല കരിയറും ജീവിതവും കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കാത്ത പ്രവാസികൾ ചുരുക്കമായിരിക്കും. സുരക്ഷിതമായ അന്തരീക്ഷം, മികച്ച ശമ്പളം, ലക്ഷറി ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ആകർഷണങ്ങൾ ഒരുപാടാണ്. പക്ഷേ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഈ കാണുന്ന തിളക്കമുള്ള ജീവിതത്തിന് പിന്നിൽ വളരെ ശക്തമായ, ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ചില നിയമങ്ങളുണ്ട്. UAE മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം, അതായത് നമ്മൾ ചുരുക്കത്തിൽ പറയുന്ന MORE, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമറൈസേഷൻ, ഇവിടുത്തെ തൊഴിൽ നിയമങ്ങളിൽ കാലോചിതമായി വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. പലപ്പോഴും നമ്മുടെ പ്രവാസികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണ് എന്ന് വെച്ചാൽ, കൂടെയുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ആരെങ്കിലുമോ ഒക്കെ പറയുന്ന കേട്ടറിവുകൾ വെച്ച് നിയമങ്ങളെ വിലയിരുത്തും. ജോലി മാറുമ്പോഴും നിലവിലെ കമ്പനി രാജിവെക്കുമ്പോഴും വിസ ക്യാൻസൽ ചെയ്യുമ്പോഴും നമ്മൾ കാണിക്കുന്ന ചെറിയൊരു അശ്രദ്ധ മതി വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കരിയർ ഒറ്റ ദിവസം കൊണ്ട് തകരാൻ. അത് കനത്ത പിഴയിലേക്കും ചിലപ്പോൾ UAE നിന്നും ഒപ്പം മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നും തന്നെയുള്ള ലൈഫ് ടൈം ബാനിലേക്കും വഴിമാറിയേക്കാം. നിങ്ങൾ ഇപ്പോൾ UAE ജോലി ചെയ്യുന്ന ആളാണോ? അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് മാറാൻ പ്ലാൻ ചെയ്യുകയാണോ? എങ്കിൽ വിസ ക്യാൻസലേഷന് ശേഷമുള്ള ഗ്രേസ് പീരീഡിനെ കുറിച്ചും ജോലി രാജിവെക്കുമ്പോൾ പാലിക്കേണ്ട കണിശമായ നിയമങ്ങളെക്കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രവാസികൾക്കിടയിൽ നിലനിൽക്കുന്ന 5 വലിയ മിഥ്യാധാരണകളെക്കുറിച്ചും അതിന്റെ പിന്നിലെ യഥാർത്ഥ നിയമങ്ങളെക്കുറിച്ചുമാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റേജിലേക്ക് കടക്കാം. നിങ്ങൾ പുതിയൊരു ജോലി കിട്ടി നിലവിലെ കമ്പനി മാറാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ലേബർ കോൺട്രാക്ട് ചെക്ക് ചെയ്യുക എന്നതാണ്. UAE തൊഴിൽ നിയമപ്രകാരം കരാർ അനുസരിച്ച് ഒരു നിശ്ചിത നോട്ടീസ് പീരീഡ് വ്യവസ്ഥയുണ്ട്. ഇത് സാധാരണയായിട്ട് 30 ദിവസം മുതൽ 90 ദിവസം വരെ ആകാം. ഈ കാലയളവ് കമ്പനിയിൽ ജോലി ചെയ്ത് പൂർത്തിയാക്കാതെ പെട്ടെന്നൊരു ദിവസം ജോലിക്ക് വരാതിരിക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. പുതിയൊരു ജീവനക്കാരനെ കണ്ടെത്താനും നിങ്ങളുടെ നിലവിലെ ചുമതലകൾ സുഗമമായി മറ്റൊരാൾക്ക് കൈമാറാനും തൊഴിലുടമയ്ക്ക് സമയം നൽകാനാണ് നിയമം ഈ കാലാവധി വച്ചിരിക്കുന്നത്. ഇത് പാലിച്ചില്ലെങ്കിൽ അത് കടുത്ത കരാർ ലംഘനമായി കണക്കാക്കും. അങ്ങനെ വന്നാൽ നിങ്ങളിൽ നിന്നും വൻ തുക നഷ്ടപരിഹാരം ഈടാക്കാൻ കമ്പനിക്ക് നിയമപരമായ അവകാശമുണ്ടായിരിക്കും. ഇനി അടുത്തത് രാജി സമർപ്പിക്കുന്ന രീതിയാണ്. UAE നിയമപ്രകാരം വാക്കാലുള്ള രാജിക്ക് യാതൊരുവിധ നിയമസാധുതയുമില്ല. രാജി എപ്പോഴും ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ കത്ത് നൽകിയോ രേഖാമൂലം തന്നെ ആയിരിക്കണം. കൂടാതെ കമ്പനി അത് സ്വീകരിച്ചു എന്നതിന്റെ രേഖാമൂലമുള്ള സ്ഥിരീകരണവും, അതായത് അക്നോളജ്മെന്റ് വാങ്ങി സൂക്ഷിക്കണം. ഇനി നിയമപരമായിട്ട് രാജി സമർപ്പിക്കാതെയും നോട്ടീസ് പീരീഡ് പൂർത്തിയാക്കാതെയും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ജീവനക്കാർക്കെതിരെ അബ്സ്കൗണ്ടിംഗ്, ഒളിച്ചോട്ടത്തിന് കേസ് ഫയൽ ചെയ്യാൻ തൊഴിലുടമയ്ക്ക് പൂർണ്ണ അവകാശമുണ്ട്. ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമാണ്. ഇത് നിങ്ങളുടെ റെസിഡൻസി പദവിയെ ഉടനടി റദ്ദാക്കുക മാത്രമല്ല, രാജ്യത്ത് നിങ്ങളെ കരിമ്പട്ടികയിൽ പെടുത്തുകയും ചെയ്യും. പിന്നീട് UAE മറ്റ് GCC രാജ്യങ്ങളിലോ പ്രവേശിക്കുന്നതിന് ലൈഫ് ടൈം ബാൻ വരെ ലഭിക്കാം. അതുകൊണ്ട് കമ്പനിയുമായി എത്ര വലിയ പ്രശ്നമുണ്ടായാലും നിയമപരമായ വഴികളിലൂടെ അല്ലാതെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കരുത്. അടുത്തതായിട്ട്, ജോലി നിർത്തുമ്പോൾ കമ്പനി തന്നിട്ടുള്ള വാഹനം, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ തുടങ്ങിയവ യാതൊരുവിധ കേടുപാടുകളും കൂടാതെ തിരികെ ഏൽപ്പിച്ച് ഹാൻഡ് ഓവർ സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കണം. ഇതിനൊപ്പം തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള സേവനാനന്തര ആനുകൂല്യങ്ങൾ വാങ്ങുക എന്നത്. വിസ ക്യാൻസലേഷൻ ഫോമിൽ ഒപ്പുവെക്കുന്നതിന് മുൻപ് എനിക്ക് ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ശമ്പളവും പൂർണ്ണമായി ലഭിച്ചു എന്ന് ജീവനക്കാരൻ ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. പല കമ്പനികളും പറയാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഇതിൽ ഒപ്പിടൂ, ക്യാൻസലേഷൻ കഴിഞ്ഞ ഉടൻ പണം അക്കൗണ്ടിൽ ഇടാമെന്ന്. സുഹൃത്തുക്കളെ, ഒരിക്കലും ആ കെണിയിൽ വീഴരുത്. നിങ്ങൾ ആ ഫോമിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് നിയമപരമായി ആ പണം ചോദിച്ചു വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പണം കൃത്യമായി കയ്യിൽ കിട്ടിയതിനു ശേഷം മാത്രം ക്യാൻസലേഷൻ ഫോമിൽ ഒപ്പുവെക്കുക. അതുപോലെ ഒരു വിസ നിലനിൽക്കെ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് കടുത്ത ശിക്ഷാർഹമായ കുറ്റമാണെന്ന കാര്യവും ഓർക്കണം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം, ഗ്രേസ് പീരീഡ്. വിസ ഒഫീഷ്യലായിട്ട് റദ്ദാക്കി കഴിഞ്ഞാൽ പ്രവാസികൾക്ക് രാജ്യത്ത് നിയമപരമായി തുടരുന്നതിനായിട്ട് അനുവദിക്കുന്ന നിശ്ചിത സമയമാണ്. UAE പുതിയ നിയമപ്രകാരം ഓരോ വിസ കാറ്റഗറിക്കും വ്യത്യസ്തമായ ഗ്രേസ് പീരീഡുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മോറെ അൺസ്കിൽഡ് വിസ സാധാരണ തൊഴിലാളികൾക്ക് 30 ദിവസം, അതുപോലെ മോറെ സ്കിൽഡ് വിസ ആണെങ്കിൽ, അതായത് അതിൽ വരുന്നത് പ്രൊഫഷണലുകളും ഉദ്യോഗസ്ഥരുമാണ്, ഇവർക്ക് 60 ദിവസങ്ങളുണ്ട് ഗ്രേസ് പീരീഡ്. ഇനി ഇൻവെസ്റ്ററോ പാർട്ട്ണർ വിസയോ ഉള്ള ബിസിനസ്സുകാർക്ക് 90 ദിവസം വരെയുണ്ട്. ഗ്രീൻ വിസയും അതുപോലെ ഗോൾഡൻ വിസയും ഉള്ള ഉടമകൾക്ക് 180 ദിവസങ്ങൾ വരെയുമാണ് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വിസ ഏത് ടൈപ്പ് ആണോ അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഗ്രേസ് പീരീഡ് ലഭിക്കൂ എന്ന് ചുരുക്കം. ഇനി ഈ ഗ്രേസ് പീരീഡുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കിടയിൽ നിലനിൽക്കുന്ന 5 തെറ്റായ ധാരണകളും അതിന്റെ യാഥാർത്ഥ്യവും വേഗത്തിലൊന്ന് പരിശോധിക്കാം. 1, എല്ലാവർക്കും 180 ദിവസം കിട്ടുമോ? ഇല്ല. ഗോൾഡൻ, ഗ്രീൻ വിസക്കാർക്ക് മാത്രമാണ് 180 ദിവസം. സാധാരണ തൊഴിലാളികൾക്ക് 30 ദിവസവും സ്കിൽഡ് ജീവനക്കാർക്ക് 60 ദിവസവുമാണ് ലഭിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഗ്രേസ് പീരീഡ് എന്ന് മുതലാണ് തുടങ്ങുന്നത്?
നിങ്ങൾ ജോലി നിർത്തിയ ദിവസം മുതലോ രാജി നൽകിയ ദിവസം മുതലോ അല്ല ഇത് തുടങ്ങുന്നത്. കമ്പനി നിങ്ങളുടെ വിസ ഇമിഗ്രേഷൻ വകുപ്പ് വഴി ഒഫീഷ്യലായിട്ട് ക്യാൻസൽ ചെയ്ത് ക്യാൻസലേഷൻ പേപ്പർ തരുന്ന അന്ന് മുതലാണ് ദിവസങ്ങൾ എണ്ണി തുടങ്ങേണ്ടത്. ഇനി മൂന്നാമത്തെ സംശയം, ഈ സമയത്ത് ജോലി മാറാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. രാജ്യം വിട്ടുപോകാതെ തന്നെ പുതിയൊരു ജോലി കണ്ടെത്താനാണ് സർക്കാർ ഈ ഒരു സമയം അനുവദിച്ചിരിക്കുന്നത്. ഗ്രേസ് പീരീഡ് തീരുന്നതിന് മുൻപ് പുതിയ വിസ നടപടികൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ തുടരാം. ഇനി നാലാമത്തെ ചോദ്യം, ഗ്രേസ് പീരീഡിനിടയിൽ രാജ്യം വിട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരു തവണ UAE-യിൽ നിന്ന് പുറത്തു പോയാൽ ആ ഗ്രേസ് പീരീഡ് അതോടെ അവസാനിക്കും. പിന്നീട് ആ പഴയ വിസയുടെ പുറത്ത് തിരികെ വരാൻ കഴിയില്ല. പുതിയ വിസ എടുക്കേണ്ടി വരും. ഇനി അഞ്ചാമത്തേത്, കുറച്ചു ദിവസത്തെ ഓവർസ്റ്റേ ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ്. തീർച്ചയായും വലിയ പ്രശ്നം തന്നെയാണ്. ഗ്രേസ് പീരീഡ് കഴിഞ്ഞുള്ള ഓരോ ദിവസത്തിനും 50 ദിർഹം വീതം പിഴ അടയ്ക്കണം. ഇത് നിങ്ങളുടെ ഭാവിയിലെ വിസ അപ്രൂവലുകളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് UAE-യിലെ തൊഴിൽ നിയമങ്ങൾ പ്രവാസികളെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് നമ്മുടെ സംരക്ഷണത്തിനും രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ പുരോഗതിക്കും വേണ്ടിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തൊഴിൽ മാറ്റങ്ങളും രാജിവെക്കലുകളും ജീവിതത്തിലെ വളരെ സ്വാഭാവികമായ പ്രക്രിയകളാണ്. എന്നാൽ അവ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കണം നിർവഹിക്കേണ്ടത്. കൃത്യമായ നോട്ടീസ് പീരീഡ് പാലിക്കുക, രേഖാമൂലം മാത്രം രാജി സമർപ്പിക്കുക, കമ്പനിയുടെ ബാധ്യതകൾ തീർക്കുക, നിങ്ങളുടെ വിസ ടൈപ്പ് അനുസരിച്ചുള്ള ഗ്രേസ് പീരീഡ് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നിവ ഓരോ പ്രവാസിയുടെയും കടമയാണ്. നിയമങ്ങളെ ബഹുമാനിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നതിലൂടെ വലിയ നിയമക്കുരുക്കുകളിൽ നിന്നും സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും നമുക്ക് സ്വയം രക്ഷ നേടാം. സുരക്ഷിതവും സുതാര്യവുമായ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ നിയമപരമായ അറിവുകൾ എപ്പോഴും പ്രവാസികൾക്ക് ഒരു വഴികാട്ടിയായിരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.